പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം വ്യവസ്ഥ നിർബന്ധമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കഴിഞ്ഞ തവണ നൽകിയതുപോലുള്ള ഇളവ് ഇത്തവണ ആർക്കും നൽകില്ലെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. മാറ്റത്തിൻ്റെ കാരണം കാണുന്നില്ല. ഈ തിരഞ്ഞെടുപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ നോംസിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യം നിങ്ങൾ കാണുന്നില്ല. CPIക്ക് എല്ലാത്തിനും വേണ്ടത്ര ആൾക്കാരുണ്ട്. എല്ലാത്തിനും മിടുമിടുക്കന്മാരും മിടുക്കികളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഡർ ദരിദ്രമുള്ള പാർട്ടിയല്ല. ഈ പാർട്ടിക്ക് ഏത് രംഗത്തും ചുമതല ഏൽക്കാനും ഏൽപ്പിക്കാനും പറ്റിയ നിരവധി ധാരണകളുണ്ട്. അങ്ങനെ 2 ടേമിൽ കൂടുതൽ വന്നാൽ ആ നിബന്ധന നടപ്പിലാകുമ്പോൾ കെ രാജനും ചിറ്റയും ഗോപകുമാറും ഉൾപ്പെടെ നിലവിലുള്ള 10 CPI MLA-മാർക്ക് സീറ്റ് നഷ്ടമാകും. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മന്ത്രിയായ കെ രാജൻ അടക്കമുള്ളവർക്ക് 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ കഴിയില്ല. ആ നിബന്ധന ശക്തമാക്കുകയാണെങ്കിൽ അവസരം നഷ്ടമാകും. ഇളവുകൾ പ്രതീക്ഷിക്കാമോ? അതല്ല CPI ഈ നിലപാടിൽ ഉറച്ചു തന്നെയാണോ? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒരു തരത്തിലുള്ള ഇളവും CPIയുടെ MLA-മാർക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്ന് നമ്മളോട് പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. കഴിഞ്ഞ തവണ ചില ഇളവുകൾ ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾക്ക് ചില ഇളവുകൾ നൽകിയിരുന്നു. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ ഒരു CPIയുടെ MLA-മാർക്കും കഴിയില്ല. അത് നടപ്പിലാക്കും. മുൻപ് പാർട്ടി എടുത്ത തീരുമാനം 100% നടപ്പിലാക്കുമെന്നാണ് ബിനോയ് വിശ്വൻ പറയുന്നത്. നിലവിൽ 17 പേരാണ്, 17 MLA-മാരാണ് CPIക്കുള്ളത്. അതിൽ വാഴൂർ സോമൻ അടുത്തിടെ മരിച്ചു. അത് കഴിഞ്ഞുള്ള 16 പേരിൽ 10 പേരും 2 തവണയോ അതിൽ കൂടുതലോ MLA-മാരായി ഇരുന്നവരാണ്. സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വന്നാൽ കെ രാജൻ, റവന്യൂ മന്ത്രി, അവരുടെ നിയമസഭാ കക്ഷി നേതാവായ കെ രാജൻ 2 തവണ ഒല്ലൂരിൽ നിന്ന് ജനപ്രതിനിധി ആയ ആളാണ്. അതനുസരിച്ചാണെങ്കിൽ ഇനി കെ രാജന് നിയമസഭയിലേക്ക് സീറ്റ് ഉണ്ടാവില്ല. അടൂരിൽ നിന്നുള്ള ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ചിറ്റയം ഗോപകുമാറിനും ഇനി സീറ്റ് ഉണ്ടാവില്ല. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ E ചന്ദ്രശേഖരൻ 3 തവണയായി കാഞ്ഞങ്ങാട് നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിനും സീറ്റ് ഉണ്ടാവില്ല. വൈക്കം MLA CK ആശയ്ക്ക് സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ 10 MLA-മാർക്കാണ് സീറ്റ് ഉണ്ടാവാത്തത്. ഈ മാനദണ്ഡം അനുസരിച്ച് 6 പേർക്ക് മത്സരിക്കാം. അത് മന്ത്രിസഭയിൽ തന്നെയുള്ള 3 പേരുണ്ട്. ജെ ചിഞ്ചുറാണിക്കും P പ്രസാദിനും GR അനിലും കഴിഞ്ഞ തവണ ആദ്യമാണ് മത്സരിച്ചത്. അവർക്ക് വീണ്ടും മത്സരിക്കാൻ പറ്റും. തൃശൂർ MLA P ബാലചന്ദ്രനും ടൈസൺ മാസ്റ്റർക്കും വീണ്ടും മത്സരിക്കാൻ പറ്റും. PS സുബാലിന്റെ കാര്യമാണെങ്കിൽ മുമ്പ് അദ്ദേഹം MLA ആയിരുന്നു. പിന്നീട് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം വീണ്ടും MLA ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇളവുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മറ്റന്നാൾ മുതൽ ആലപ്പുഴയിൽ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി നമ്മളോട് സംസാരിച്ചപ്പോഴാണ് നിർണായകമായ, ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തരത്തിൽ അവരുടെ ഇളവുകൾ സംബന്ധിച്ച കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞിരുന്നില്ല. പാർട്ടി തീരുമാനിക്കുമെന്നൊക്കെയാണ് MV ഗോവിന്ദ മാഷൊക്കെ മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ കൃത്യ നിലപാട് CPI ഇതിനകം എടുത്തിട്ടുണ്ടെന്നും അത് 2 ടേം നിബന്ധന കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് ബിനോയ് വിശ്വം നമ്മളോട് വ്യക്തമാക്കിയത്. ഡോക്ടർ അരുൺ. ഓക്കെ, അപ്പോൾ അതായത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള 10 CPI MLA-മാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി കെ രാജനടക്കം ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച മന്ത്രിമാരിൽ ഒരാൾ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത മിനിസ്റ്റർ കെ രാജനായിരുന്നു. അപ്പോൾ മിനിസ്റ്റർക്കടക്കം സീറ്റ് നിഷേധിക്കുന്നത് ഈ വിജയ സാധ്യതയെ ബാധിക്കുകയാണെങ്കിൽ പോലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണോ ബിനോയ് വിശ്വം? ആ കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. കഴിഞ്ഞ തവണ 2 തവണ ഇളവ് കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണം അവരല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ വിജയ സാധ്യത കുറവാണ് എന്ന്. CPM-നും അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നു. CPI നേതൃത്വത്തോടെ ചില MLA-മാർ അവരെ തന്നെ മത്സരിപ്പിക്കട്ടെ എന്ന് CPI നേതൃത്വത്തോട് സംസാരിക്കുകയും അവർ തമ്മിൽ ഒരു ധാരണയിലെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് E ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ മത്സരിച്ചത്. അന്ന് ഓർക്കണം, കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ച VS സുനിൽകുമാറിനെ പോലുള്ള മന്ത്രിമാർക്ക് ആ തവണ സീറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നില്ല. ഈ മന്ത്രിസഭയിൽ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന CPIക്കും CPM-നും ഒക്കെ മതിപ്പുള്ള കെ രാജനെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആളുകൾ മാറി വരണം.
കേഡർമാർ ഇഷ്ടം പോലെ ഞങ്ങൾക്കുണ്ട്. മിടുക്കന്മാരും മിടുക്കുകളും ഇതിനകം തന്നെ ഞങ്ങൾ പല മേഖലയിലേക്കും ഇറക്കിവിടാൻ പറ്റുന്ന ആളുകളെ കണ്ടുവച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾ വരും. അതിൽ അദ്ദേഹം കഴിഞ്ഞ തവണത്തെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണത്തെ സാഹചര്യം അല്ല ഇത്തവണ. ഞങ്ങൾക്കറിയാം തുടർഭരണം ഉണ്ടാകണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇത്തവണ ഞങ്ങൾ പോകുന്നില്ല. പാർട്ടി എടുത്ത തീരുമാനം നടപ്പിലാക്കും. ഒരാൾക്കും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ CPI 2 ടേം നിബന്ധന ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ CPI നടപ്പാക്കുകയാണെങ്കിൽ നിലവിലുള്ള 10 CPI-MLA-മാർക്ക് മന്ത്രി കെ രാജൻ അടക്കമുള്ള 10 പേർക്ക്, ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ളവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരും. ഇളവുകൾ ഉണ്ടെങ്കിലേ ഇനി അവർക്ക് മത്സരിക്കാൻ കഴിയൂ എന്നർത്ഥം.